ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ 2024 ജൂണിൽ നടന്നിരുന്ന നെറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞു. പക്ഷെ അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് നമ്മളെല്ലാവരും തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളൊരു എക്സാം ആയിരുന്നു. പുതിയൊരു മെത്തേഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ കൂടി പക്ഷെ അത് ആപ്ലിക്കബിൾ ആയില്ല. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പരീക്ഷയുടെ പുതിയൊരു ഡേറ്റും വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ അതും കൂടെ നമുക്ക് ഇനിയുള്ള വർഷത്തേക്ക് പഠിക്കാനുള്ള രീതിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും ഈ 2024 ജൂണിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് നെറ്റ് എക്സാമിനേഷൻ്റെ സബ്ജക്റ്റ് പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ വന്നിരുന്നോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്ന വഴികൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് അതൊക്കെ നമുക്കൊന്ന് നോക്കിപ്പോകാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരു വട്ടം കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 15 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. ഇനി ഉള്ള അടുത്ത നെറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. സോ അതിനും കൂടി ഈ ഒരു എക്സാം എഴുതിയതും ഈ ഒരു എക്സാമിൻ്റെ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ. The question എന്ന് പറയുന്നത്, which committee was appointed by Janata Party government to review the working of the Panchayat Raj institutions? അതായത് ഏത് കമ്മിറ്റിയാണ് ജനതാ പാർട്ടി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വർക്കിങ്ങിനെ റിവ്യൂ ചെയ്യുന്നതിനായിട്ട് ജനതാ പാർട്ടി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ എങ്ങനെ വെച്ചാൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതൊക്കെ തന്നെ മുൻ വർഷങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. PYQ ഡിസ്കഷൻ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ തിരിച്ചു മറിച്ചു എന്നുള്ള രീതിക്ക് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമായിരിക്കും ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസിന് അവരൊന്ന് തിരിച്ചു മറിച്ച് ചോദിച്ചാലും നമുക്ക് എന്തുണ്ടാവും, പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഓപ്ഷൻസ് വന്നിട്ടുള്ള ഓപ്ഷൻ എ ആൻഡ്രേ ബെറ്റലെ കമ്മിറ്റി, ബി റാം മനോഹർ ലോഹ്യ കമ്മിറ്റി, സി ജ്യോതി ബാസു കമ്മിറ്റി, ഡി അശോക് മേത്ത കമ്മിറ്റി. 4 കമ്മിറ്റീസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇനി ഇത് ഏതാണ് ജനതാ ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തികളെ റിവ്യൂ ചെയ്യാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Ashok Mehta Committee was constituted in 1977 by the Janata government under the chairmanship of Ashok Mehta. This committee submitted its report in 1978 and gave some recommendations. അതായത് അശോക് മേത്ത കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1977 ജനതാ ഗവൺമെൻറ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. സോ അവിടെ ചെയർമാൻ്റെ പേരാണ് അശോക് മേത്ത. ഇങ്ങനെയുള്ള കമ്മിറ്റികളുടെ കൂടുതൽ പേരുകളിലും അതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാൻ ആരായിരുന്നു ആ വ്യക്തിയുടെ പേര് തന്നെയായിരിക്കും ആ കമ്മിറ്റികൾക്ക് കൂടുതലുണ്ടാവുക. സോ നമുക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ആ കമ്മിറ്റിയുടെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിൻ്റെ പേര് ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ തന്നെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഇയർ ആണ് 1978. 77 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 78 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവർ കൊടുത്തിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്, നിർദ്ദേശങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പറയുമ്പോൾ 3-tier സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ദ 2-tier സിസ്റ്റം. 3-tier സിസ്റ്റം ആയിട്ടുള്ള, അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യുക. 2-tier സിസ്റ്റം ആയിട്ട് റീപ്ലേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിലവർ പറയണത് ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ദ മണ്ഡൽ പഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽസ് ബിലോ ഇറ്റ്. അതായത് ജില്ലാ പരിഷത്ത് ജില്ലകളിലായിട്ട് എന്ത് വേണം, ജില്ലാ പരിഷത്തും വില്ലേജുകൾ ഗ്രാമങ്ങളിൽ മണ്ഡൽ പഞ്ചായത്തുകളുമായിട്ട് 2-tier ആക്കണം എന്നുള്ളതാണ്. ഈ 3-tier ഉള്ള സിസ്റ്റത്തിനെ 2-tier ആക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ അവരുടെ നിർദ്ദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുമ്പോൾ ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി ആൻഡ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ.
പിന്നെ ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലുള്ള പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഉത്തരവാദിത്തം ഈ ജില്ലാ പരിഷത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. ഒരു നിയമം ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ബോഡി ആയിട്ട് ജില്ലാ പരിഷത്തിനെ കാണണമെന്നും അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു ജില്ലാ തലത്തിൽ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവണം എന്നാണ് അടുത്ത റെക്കമെൻഡേഷൻ. പിന്നെയുള്ളതാണ് സീറ്റ്സ് ഫോർ SCs ആൻഡ് STs ഷുഡ് ബി റിസർവ്ഡ് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ ജനസംഖ്യയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലെയും പോപ്പുലേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഈ 3 റെക്കമെൻഡേഷൻസ് ആണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അശോക് മേത്ത കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ ഏത് തരത്തിൽ തിരിച്ചിട്ടാലും ഇനി അശോക് മേത്ത കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത് ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അശോക് മേത്ത കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേണമെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വർക്കിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 1978 അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ ഏതായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ പാർട്ടി തരണം എന്നില്ല. അപ്പം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ചോദിക്കാം. സോ എന്ത് ചെയ്യുക, അപ്പം പിന്നെ ചിലപ്പോൾ റെക്കമെൻഡേഷൻസ് വന്നിട്ട് ഇതിൽ ഏതാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തതെന്ന് ചോദിക്കാം. ഇതിൽ ഏതാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിട്ടുള്ളതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാവുന്ന വേരിയസ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു 3-4 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. കാരണം അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതിനാണ് നമ്മൾ എക്സ്പ്ലനേഷനും കൂടെ ഒപ്പം പഠിച്ചു പോകുന്നത്. കാരണം ഇതിനെ വേറൊരു ഡയമെൻഷനിൽ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ എക്സ്പ്ലനേഷൻ കുറച്ച് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ നമ്മൾ ഒരു 2-3 ചോദ്യങ്ങളാണ് ഒരുമിച്ച് പഠിച്ചു പോകുന്നത് എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാം, എളുപ്പത്തിൽ തന്നെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നിയത്. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ABD ഓൺലി. അഗ്രസീവ്, മിലിറ്ററിസ്റ്റ് ആൻഡ് എക്സ്പാൻഷനിസ്റ്റ്. അഗ്രസീവ് ആണ്, മിലിറ്ററിസ്റ്റിക് ആണ്, എക്സ്പാൻഷനിസ്റ്റ് ആണ്. മനസ്സിലായോ? 3 ഓപ്ഷൻസ് എങ്ങനെയാണ് വന്നത്? എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസം അറിയാത്തവർ ഇപ്പം തന്നെ പഠിക്കുക. ഈ ടേം എങ്ങാനും വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രസീവ് ആണ്, മിലിറ്ററിസ്റ്റിക് ആണ്, എക്സ്പാൻഷനിസ്റ്റ് ആണ്. സോ എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. So expansionist nationalism is an aggressive radical form of nationalism or ethnic nationalism. It is an extreme form of nationalism. അതായത് എക്സ്പാൻഷനിസ്റ്റ് നാഷണലിസം ഒരു അഗ്രസീവ് ആയിട്ടുള്ള റാഡിക്കൽ ആയിട്ടുള്ള ഫോം ഓഫ് നാഷണലിസം ആണ്. ഇത് കുറച്ചും കൂടെ എത്നിക് നാഷണലിസം ആണ്. അതൊരു എക്സ്ട്രീം ഫോമാണ്. കുറച്ചും കൂടെ എന്താ പറയുക, വയലൻസ്, അതേപോലെ തന്നെ ഒരു എത്നിസിറ്റി, അതായത് ഒരു വംശത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള വംശഹത്യ ചെയ്യുക, അങ്ങനെയുള്ള ഒരു വംശത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ള ബിലീഫുള്ള ആളുകളെയും മറ്റുള്ള എത്നിസിറ്റിയിൽ വരുന്ന ആളുകളെയൊക്കെ തന്നെ ഉപദ്രവിക്കുകയും അവരെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുക എന്നുള്ള അങ്ങനെ ഒരു അഗ്രഷൻ മൈൻഡിലുള്ള ഒരു നാഷണലിസം ആണ് എക്സ്പാൻഷനിസ്റ്റ് നാഷണലിസം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എക്സ്ട്രീമിസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് അവരുടെ മിലിറ്ററി കൈൻഡ് ഓഫ്
റൂൾ അല്ലെങ്കിൽ മിലിറ്ററി കൈൻഡ് ഓഫ് ഒരു സ്ട്രക്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ജർമ്മനി ഭരിച്ചിരുന്ന ഹിറ്റ്ലറിൻ്റെ നാസി പാർട്ടിയും ഇറ്റലി ഭരിച്ചിരുന്ന മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിയും നോക്കാൻ. ഇതൊക്കെ ഒരു മിലിറ്ററി ഒരു പട്ടാള ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നു. അവരുടെ റൂളും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു മിലിറ്ററി സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ടെറിട്ടറി, അവരുടെ ഒരു നേഷനെ എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ തന്നെ പക്ഷെ അവർ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു, എക്സ്ട്രീമിസ്റ്റിക് ആയിരുന്നു ഇവരുടെ ഐഡിയോളജീസ് ഒന്നും പറയുന്നത്. ഓപ്പോസിറ്റുള്ള ബിലീഫുള്ള ആളായിക്കോട്ടെ, ചിന്തകളുള്ള അല്ലെങ്കിൽ ഐഡിയോളജി ഉള്ള ആളുകളെയൊക്കെ തന്നെ നശിപ്പിക്കുക എന്നുള്ളൊരു കൈൻഡ് ഓഫ് ചിന്താഗതിയാണ് എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസത്തിലുള്ളത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മൈൻഡ് സെറ്റ് ഓഫ് ചോവിനിസം ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ജിങ്കോയിസം. ദിസ് ഇസ് മോർ മിലിറ്ററിസ്റ്റിക്, അഗ്രസീവ് ആൻഡ് എക്സ്ട്രീമിസ്റ്റിക്. മിലിറ്ററിസ്റ്റിക് ആണ്, അഗ്രസീവ് ആണ്, അതേപോലെ എക്സ്ട്രീമിസ്റ്റിക് ആണ്. ഈ എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹിറ്റ്ലറും മുസോളിനിയും. ഇതൊക്കെ ഒരു ടോട്ടാലിറ്റേറിയൻ റിജിമേസ് ഒക്കെ ഒരു ഏറെക്കുറെ അതുപോലെ തന്നെയാണ് കേട്ടോ. ടോട്ടാലിറ്റേറിയൻ റിജിമയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസം എന്ന് പറയുന്നത് തന്നെ. ഒരു കടുത്ത തീവ്രമായിട്ടുള്ളൊരു ദേശീയ ബോധം അല്ലെങ്കിൽ ദേശസ്നേഹം എന്നൊക്കെ പറയില്ല, അത് ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് നാഷണാലിസം എന്ന് നമ്മൾ പറയുന്നത്. സോ അതാണ് എക്സ്പാൻഷനിസ്റ്റ് നാഷണാലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ചെയർമാൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഇൻ റിവേഴ്സ് ഓർ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ അല്ലെങ്കിൽ അതായത് അവർ ജോയിൻ ചെയ്തതിൻ്റെ ഒരു ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേര് നമുക്ക് വന്നിട്ടുണ്ട്. അത് റിവേഴ്സ് ഓർഡറിൽ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ലേറ്റസ്റ്റ് എന്നുള്ള രീതിക്ക് റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനാണ് കെ സന്താനം, രണ്ടാമത്തെ എം ഖുസ്രു, മൂന്നാമത്തെ മഹാവീർ ത്യാഗി, നാലാമത്തെ NK സിംഗ്, അഞ്ചാമത്തെ YB ചവാൻ. അപ്പോൾ നമുക്ക് 5 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. കെ സന്താനം, AM ഖുസ്രു, മഹാവീർ ത്യാഗി, NK സിംഗ്, YB ചവാൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്ന് ചൂസ് ചെയ്യണം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ DABCE, 2 CEDAB, 3 DBECA, 4 EDCBA. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇനി ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്. DBECA എന്നുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. DBECA അതാണ് ഓർഡർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നോക്കുമ്പോൾ 15th ചെയർമാനാണ് ആദ്യം വരുന്നത്. 2017 അദ്ദേഹം ചെയർമാനായിട്ട് ജോയിൻ ചെയ്യുന്നത്. NK സിംഗ് ആണ് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. 15th ചെയർമാൻ, 15ാമത്തെ ചെയർമാനാണ്. അടുത്തത് AM ഖുസ്രു, 1998 11th ചെയർമാൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിവേഴ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ആദ്യം വരേണ്ടത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൊണോളജിക്കൽ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യാം. ഇനി മൂന്നാമത്തെ YB ചവാൻ, 1982 അദ്ദേഹം ചെയർമാൻ ആവുന്നത്. 8ാമത്തെ ചെയർമാനാണ് അദ്ദേഹം. പിന്നെയുള്ളത് മഹാവീർ ത്യാഗിയാണ്. 1968 അദ്ദേഹം ജോയിൻ ചെയ്തത്. 5ാമത്തെ ചെയർമാനാണ് അദ്ദേഹം. ലാസ്റ്റ് വരുന്നത് കെ സന്താനം, 1956 അദ്ദേഹം ചെയർമാനായിട്ട് അപ്പോയിൻറ്റഡ് ആവുന്നത്. സെക്കൻഡ് ചെയർമാനാണ്, 2ാമത്തെ ചെയർമാനാണ് കെ സന്താനം. അപ്പോൾ 15th, പിന്നെ 11th, പിന്നെ 8th, പിന്നെ 5th, പിന്നെ 2nd, അങ്ങനെയുള്ള ഓർഡറിൽ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് NK സിംഗ് ആദ്യം, പിന്നെ AM ഖുസ്രു, പിന്നെ YB ചവാൻ, പിന്നെ മഹാവീർ ത്യാഗി, പിന്നെ ലാസ്റ്റാണ് വരുന്നത് കെ സന്താനം എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനായിട്ട് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 4th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ലോക്സഭാ സ്പീക്കേഴ്സ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ലോക്സഭാ സ്പീക്കേഴ്സിനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ള അടുത്തതും. ഓപ്ഷൻ എ KS ഹെഗ്ഡെ, B ഹുക്കം സിംഗ്, C ഡോക്ടർ ഗുർദ്യാൽ സിംഗ് ദില്യൻ, D നീലം സഞ്ജീവ റെഡ്ഡി, E റാബി റേ. അപ്പോൾ ഇത്രയും പേരാണ് ലോക്സഭാ സ്പീക്കേഴ്സ് ആയിട്ടുള്ള ഇവരുടെയൊക്കെ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് ക്രൊണോളജിക്കലി ഓർഡറിലാക്കണം. സോ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുക. ഓപ്ഷൻ 1 നോക്കുമ്പോൾ DCBEA, 2
A, B, D, C, E. ഓപ്ഷൻ 3 B, D, C, A, E. ഓപ്ഷൻ 4 B, C, D, E, A. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ബി ഡി സി എ ഇ. ബി ഡി സി എ, അതായത് ഹുക്കം സിംഗ്, പിന്നെ നീലം സഞ്ജീവ റെഡ്ഡി, പിന്നെ വരുന്നതാണ് ഗുർദിയാൽ സിംഗ് ദില്യൻ, അത് കഴിഞ്ഞിട്ടാണ് കെ എസ് ഹെഗ്ഡെ, അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, റാബി റേ വരുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ ഓർഡർ വരുന്നത്. ലോക്സഭാ സ്പീക്കേഴ്സിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ നോക്കുമ്പോൾ വരുന്ന ഓർഡറാണ് ബി ഡി സി എ ഇ. എക്സ്പ്ലനേഷൻ നോക്കാം. ഹുക്കം സിംഗ് 1962 അദ്ദേഹം ലോക്സഭാ സ്പീക്കർ ആയിരുന്നു. അദ്ദേഹം 3ാമത്തെ ലോക്സഭാ സ്പീക്കർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 1967 നീലം സഞ്ജീവ റെഡ്ഡി 4th ലോക്സഭാ സ്പീക്കറായിട്ട് ചുമതലയേൽക്കുന്നത്. 1969 5th ലോക്സഭാ സ്പീക്കറായിട്ട് ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ ഗുർദിയാൽ സിംഗ് ദില്യൻ. പിന്നീട് നമുക്ക് 6, 7 തന്നിട്ടുള്ള 8th ലോക്സഭാ സ്പീക്കറായിരുന്നു കെ എസ് ഹെഗ്ഡെ. 1977 അദ്ദേഹത്തിൻ്റെ ഇയർ. 10th ലോക്സഭാ സ്പീക്കറായിരുന്നു റാബി റേ. 1989 അദ്ദേഹത്തിൻ്റെ ഒരു ലോക്സഭാ സ്പീക്കറായിട്ട് ചുമതലയേൽക്കുന്ന വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഹുക്കം സിംഗ് 3rd സ്പീക്കറാണ്. നീലം സഞ്ജീവ റെഡ്ഡി അദ്ദേഹം രണ്ട് വട്ടത്തെ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരരുത്. സോ നീലം സഞ്ജീവ റെഡ്ഡി 1967 4th സ്പീക്കറായിരുന്നു. ഡോക്ടർ ഗുർദിയാൽ സിംഗ് ദില്യൻ 1969 5th സ്പീക്കറായിരുന്നു. കെ എസ് ഹെഗ്ഡെ 1977 അദ്ദേഹത്തിൻ്റെ ഇയർ. 8th സ്പീക്കറായിരുന്നു അദ്ദേഹം. റാബി റേയുടെ വർഷം എന്ന് പറയുന്നത് 1989 10th ലോക്സഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഇയേഴ്സ് അപ്പോൾ ലോക്സഭാ സ്പീക്കറുടെ ക്രോണോളജിക്കൽ ഓർഡറിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ നമ്മൾ അതൊന്ന് ആ ഒരു പോർഷൻ എങ്ങനെയാണ് അവിടെ വരുന്നത് വെച്ചാൽ അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലനേഷനും ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് ലോസ് മെയ്ഡ് ബൈ പാർലമെൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് പാർലമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ ആർട്ടിക്കിൾ 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 3 വരുന്ന പാർലമെൻറ്റ് കൊടുത്തിട്ടുള്ള കുറച്ച് നിയമങ്ങൾ അതിൻ്റെ ക്രോണോളജിക്കൽ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിലാക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആന്ധ്ര സ്റ്റേറ്റ് ആക്ട്. ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്. ഓപ്ഷൻ സി സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട്. ഓപ്ഷൻ ഡി ബോംബെ റീഓർഗനൈസേഷൻ ആക്ട്. ഓപ്ഷൻ ഇ സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് ആക്ട്. അപ്പോൾ കുറച്ച് സ്റ്റേറ്റുകളായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 3 വരുന്നത് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആർട്ടിക്കിൾ 3 വരുന്ന കുറച്ച് ആക്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ആക്ടുകളാണ്. ഇതിലുള്ള ലോസൊക്കെ ഈ ലോസിൽ ഇതിനെ എന്ത് ചെയ്യുക, അതിന് ഓർഡറിൽ വന്ന കാലഘട്ടം അനുസരിച്ച് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. So choose the correct answer from the options given below. Option 1 CBEDA. Option 2 BACED. Option 3 ACDEB. Option 4 DEABC. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റുകളെ കുറിച്ചുള്ള ആക്റ്റാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ത് പറയണം, നമ്മൾ അതിന് കറക്റ്റായിട്ട് ഓർഡറിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ACDEB എന്നാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ആദ്യം ഏതാ, ആന്ധ്ര സ്റ്റേറ്റ് ആക്ട് ആദ്യം വരും. പിന്നെ വരുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ആണ്. പിന്നെ വരുന്നത് ബോംബെ റീഓർഗനൈസേഷൻ ആക്ട് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണെന്ത്, സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് ആക്ട്. ലാസ്റ്റ് വരുന്നത് ഏതാ, ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വർഷങ്ങളും ഒക്കെ നമ്മളിനി എക്സ്പ്ലനേഷനിൽ വായിക്കുന്നുണ്ട്. സോ അറിയാത്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം എഴുതി അതെന്തായാലും ഓൾറെഡി ക്യാൻസൽ ആയതാണ്, കുഴപ്പമില്ല, നമുക്ക് അതിനെപ്പറ്റി വറീഡ് ആവേണ്ട. എന്നാലും എന്ത് ചെയ്യുക, അടുത്ത എക്സാമിലേക്ക് ഇതൊരു ഇപ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ആൻസർ മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കത് കറക്റ്റ് ചെയ്യാനും ഒന്നും കൂടെ മനസ്സിലാക്കുവാനും ചിലപ്പോൾ ഇതിനെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു ക്ലാസ് ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ നന്നായിട്ട് തന്നെ ക്ലാസ് കേൾക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 14 September 1953 an act to provide for the formation of the state of Andhra, the increasing of the area of the state of Mysore and the diminishing of the area of the state of Madras and for matters connected therewith.
അതായത് 1953 സെപ്റ്റംബർ 14 തീയതിയാണ് ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുക എന്നുമായി ബന്ധപ്പെട്ട് ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മൈസൂർ സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതും അതേപോലെ തന്നെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഏരിയ ഡിമിനിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങനെയുള്ള മാറ്റേഴ്സിന് കണക്ട് ചെയ്തുകൊണ്ടാണ് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിനായിട്ട് ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 1953 സെപ്റ്റംബർ 14 ഈ ഒരു ആക്ട് വരുന്നത്. 1953 വരുന്നത് കേട്ടോ. ഇയർ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര ആക്ട് എന്ന് പറയുന്നത് വരുന്നത് 1953 സെപ്റ്റംബർ 14 വരുന്നത്. രണ്ടാമത്തെ ഇനി വരുന്നത് സി ആയിട്ടുള്ള ഓപ്ഷനിൽ ദ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 56 വരുന്നത് കേട്ടോ. ആന്ധ്ര സ്റ്റേറ്റ് ആക്ട് 53 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 56 വരുന്നു. ഇതെന്താ ചെയ്യുന്നത്, ഇന്ത്യയിലത്തെ സംസ്ഥാനങ്ങളും മറ്റുള്ള ടെറിട്ടറികളുടെ ഇടയിലുള്ള ബൗണ്ടറീസ് റിഫോം ചെയ്യുക. അതേപോലെ തന്നെ ഇവർ തന്നെ ലിംഗ്വിസ്റ്റിക് ലൈൻസ് ഓർഗനൈസിങ് ദം അലോങ് ലിംഗ്വിസ്റ്റിക് ലൈൻസിൻ്റെ ചേർന്ന് തന്നെ അവയെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ഒരു റിഫോർമേഷൻ റീഓർഗനൈസേഷനാണ് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൽ പറയുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും ഭൂപ്രദേശങ്ങളുടെയൊക്കെ തന്നെ ബൗണ്ടറികൾ കൃത്യമായിട്ട് റിഫോം ചെയ്യുക, അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ലൈൻസിൻ്റെ ഒപ്പം തന്നെ അവയെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 56 നിന്ന് കഴിഞ്ഞ് നേരെ നമ്മൾ പോണ 60ലേക്കാണ്. 1960 ഏപ്രിൽ 25 തീയതിയാണ് ബോംബെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ട് വരുന്നത്. ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ബോംബെ ആൻഡ് ഫോർ മാറ്റേഴ്സ് കൺസേൺഡ് ദർവിത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റേറ്റ് ഓഫ് ബോംബെ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ റീഓർഗനൈസേഷനും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സും ഒക്കെ തന്നെ റീഓർഗനൈസ് ചെയ്യാനുള്ള, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറേ മാറ്റേഴ്സിന് റീഓർഗനൈസേഷൻ കൊണ്ടുവരാനുള്ളൊരു നിയമം വരുന്നത് 1960 ഏപ്രിൽ 25 തീയതിയാണ്. 25 ഏപ്രിൽ 1960 ഇങ്ങനെ ഒരു നിയമം വരുന്നത്. അടുത്തത് 60 കഴിഞ്ഞു ഇനി നമ്മൾ 87ലേക്കാണ് പോകണം. 87 വരുന്നത് ഫെബ്രുവരി 20 The Union Territory of Arunachal Pradesh was reconstituted as the state of Arunachal Pradesh, comprising the territories which immediately before that day were included in the Union Territory of Arunachal Pradesh under the provisions of Section 3 of the Arunachal Pradesh Act 1986. അപ്പോൾ ഈ ഒരു അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മുൻപ് ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്ന അരുണാചൽ പ്രദേശിനെ ഒരു സംസ്ഥാനത്തിൻ്റെ പദവിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്, കംപ്രൈസിങ് കുറച്ച് ടെറിട്ടറീസിനെ കംപ്രൈസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദാറ്റ് ഡേ വർ ഇൻക്ലൂഡഡ് ഇൻ ദ Union Territory of Arunachal Pradesh under the provision of Section 3 of the Arunachal Pradesh Act 1986. So 1986 അരുണാചൽ പ്രദേശ് ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം എന്ത് ചെയ്യുക ചെയ്യുന്നത്, യൂണിയൻ ടെറിട്ടറി ഓഫ് അരുണാചൽ പ്രദേശിലുണ്ടായിരുന്ന സ്ഥലങ്ങളെയൊക്കെ തന്നെ ടെറിട്ടറീസിനൊക്കെ തന്നെ കംപ്രൈസ് ചെയ്തുകൊണ്ട് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നു. 1987 യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് അരുണാചൽ പ്രദേശിനെ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത്. 86 ആ ഒരു ആക്ട് നിലവിൽ വന്നു. ക്ലിയർ ആയോ? 1987 ഫെബ്രുവരി 20 വന്ന ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്നതിലേക്കുള്ള റീകോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഒരു റിഫോം അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരികയാണ് ആ ഒരു അരുണാചൽ പ്രദേശിന്. 1986 അരുണാചൽ പ്രദേശ് ആക്ടിൽ സെക്ഷൻ 3 പ്രൊവിഷൻസ് പ്രകാരം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ആയിരുന്നതിലത്തെ എല്ലാ ടെറിട്ടറീസിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ആയിരുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട്. അത് വളരെയധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഡ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിനെ 2 ഇന്ത്യൻ അഡ്മിനിസ്ട്രേഡ് യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റുന്നു. ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ ലഡാക്ക് ആൻഡ് ബിക്കമിങ് എഫക്റ്റീവ് ഓൺ 31 ഒക്ടോബർ 2019 2019 ഒക്ടോബർ 31 തീയതി ഈ ആക്ട് നിലവിൽ വരുന്നു, അല്ലെങ്കിൽ എഫക്റ്റീവിൽ വരുന്നു. ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ സ്പെഷ്യൽ സ്റ്റാറ്റസും ഒക്കെ കൊടുത്ത് നമ്മൾ സെക്യൂർ ചെയ്ത് കൊണ്ടുവന്നിരുന്ന സ്ഥലമായിരുന്നു അല്ലേ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, 2019 കൂടി ഈ ഒരു സ്പെഷ്യൽ പദവികളും എല്ലാം തന്നെ എടുത്തു കളഞ്ഞുകൊണ്ട് യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുകയാണ് ചെയ്തത് ഇന്ത്യൻ പാർലമെൻറ്റ്
യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി 2019 ഒക്ടോബർ 31. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വരെയുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ഫോർമേഷൻ ആക്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മീഷൻസ്, ഇങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇയേഴ്സും ഒക്കെ കറക്റ്റായിട്ടൊരു ഓർഡറിൽ അറിയില്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ ഒരു റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ഫിനിഷ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. On the elimination of all forms of racial discrimination was approved in dash. അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ എല്ലാ തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷനെയും എലിമിനേറ്റ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു കൺവെൻഷൻ. ആ കൺവെൻഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 1964, 65, 69 ആൻഡ് 67. 64, 65, 69, 67 4 വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് വർഷമാണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ എല്ലാ തരത്തിലുള്ള ഫോംസിനെയും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൺവെൻഷൻ അപ്രൂവ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1965 ആണ്, 1965. On 21st December 1965, the United Nations General Assembly adopted Resolution 2106, which established the International Convention on the Elimination of all forms of racial discrimination. അതായത് 1965 ഡിസംബർ 21 യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്? റെസൊല്യൂഷൻ 2106 എന്ന് പറയുന്ന ഒരു 2106 എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുകയും ഇതെന്ത് ചെയ്യുന്നു? ഈ ഒരു റെസൊല്യൂഷനോട് കൂടിയിട്ട് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ICERD എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള വംശീയമായിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷൻസിനെയും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നുള്ള കൺവെൻഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് 1965 ഡിസംബർ 21 UN ജനറൽ അസംബ്ലിയാണ് ഈ ഒരു റെസൊല്യൂഷനിലൂടെ ഇത് അപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ. തിയറി ഓഫ് സപ്താംഗ രാജ്യ പോസ്റ്റുലേറ്റിംഗ് എ 7 ഓർഗൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഹാസ് ബീൻ പ്രൊഫണ്ടഡ് ബൈ ഡാഷ്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പെട്ടെന്ന് ആൻസർ ചെയ്യാനും സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ചോദ്യമാണ്. സപ്താംഗ രാജ്യം, അതായത് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 7 ഓർഗൻസ്, 7 അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 അവയവങ്ങൾ എന്ന് പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട 7 ഓർഗൻസിനെ കുറിച്ച് പറയുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തോമസ് ഹോബ്സ്, ബി കൗഡില്യ, സി ജോൺ ലോക്ക്, ഡി കൽഹാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് എന്തായാലും ശരിയായിട്ടുണ്ടാവും തന്നെ വിശ്വസിക്കുന്നു. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൗഡില്യാണ്. കൗഡില്യ അല്ലെങ്കിൽ ചാണക്യൻ്റെ തിയറിയാണ് തിയറി ഓഫ് സപ്താംഗ രാജ്യ. സോ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നോക്കാം. ദ സപ്താംഗ തിയറി ഓഫ് ദ സ്റ്റേറ്റ് വാസ് ഗിവൺ ബൈ കൗഡില്യ. Kaudilya wrote the Arthashastra and in this he wrote about the Saptanga theory of the state. കൗഡില്യാണ് സപ്താംഗ തിയറി കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിൽ, ചാണക്യൻ അല്ലെങ്കിൽ കൗഡില്യൻ, അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് അദ്ദേഹം ഈ ഒരു തിയറിയെക്കുറിച്ച് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇറ്റ് ദ 7 limbs ഓഫ് എ സ്റ്റേറ്റ് ആർ ദ ഫോളോയിങ്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ 7 അവയവങ്ങൾ, അംഗങ്ങൾ, അതായത് അവയവങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രാജാവ്, കിങ്, അമാത്യ. രാജാവ്, കിങ് പറഞ്ഞാൽ രാജാവ്, അമാത്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബ്യൂറോക്രാറ്റ്സ്, ഒഫീഷ്യൽസ്, ജനപദ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂപ്രകൃതി, ടെറിട്ടറി എന്നൊക്കെ പറയാം. അടുത്ത ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ടുകൾ ഉണ്ടല്ലോ, കോട്ടകൾ. പിന്നെ ഉള്ളത് കോസ എന്ന് പറഞ്ഞാൽ ട്രഷർ, നമ്മുടെ ട്രഷർ ഉണ്ടാവുമല്ലോ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും മണി അങ്ങനെയുള്ള ട്രഷർ. പിന്നെ ദണ്ഡ എന്ന് പറഞ്ഞാൽ കൊയേഴ്സീവ് അതോറിറ്റിയാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവരെ കൊയേഴ്സീവ് അതോറിറ്റിയാണ്. പണിഷ്മെൻറ്റ്സ് കൊടുക്കാനായാലും എല്ലാ കാര്യത്തിലും അധികാരമുള്ള ആളുകൾ. അടുത്ത മിത്ര എന്ന് പറഞ്ഞാൽ ആലി.
അപ്പം ഇത്രയുമാണ് 7 ലിംസ് ഓഫ് എ സ്റ്റേറ്റ് അല്ലെങ്കിൽ 7 ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് കിങ്, അമാത്യ, ജനപദ, ദുർഗ, കോസ, ദണ്ഡ, മിത്ര. ഇങ്ങനെ 7 ഓർഗൻസ് ആണ് ഒരു സ്റ്റേറ്റിനുള്ളതെന്നാണ് ആര് പറഞ്ഞത്? കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് സപ്താംഗ രാജ്യയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ തിയറി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഏത് വർക്കിലാണ്? അർത്ഥശാസ്ത്രയിലാണ്. ഈ കൗടില്യ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്ക് അറിയാം അല്ലേ? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒരു അഡ്വൈസർ ആയിരുന്നു, പൊളിറ്റിക്കൽ ടീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് കൗടില്യനെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിയറീസ്, കൂടുതലും മാക്കിയവെല്ലി വരെ അദ്ദേഹത്തിൻ്റെ തിയറീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ തിയറീസിനെ അഡോപ്റ്റ് ചെയ്തിട്ട് രീതിക്ക് നമുക്ക് അതിൻ്റെ ഒരു വേറൊരു വെസ്റ്റേൺ വേർഷൻ നമുക്ക് മാക്കിയവെല്ലിയുടെ തിയറീസ് പ്രിൻസ് എന്ന് പറയുന്ന ബുക്കിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. കൗടില്യ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തിയറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജ്യഭരണത്തിനൊക്കെ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രയിലും എല്ലാ അദ്ദേഹത്തിൻ്റെ തോട്ട്സിലൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So Chanakya assisted the first Mauryan emperor Chandragupta in his rise to power. So ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാണക്യ വാസ് ആൻ ഏൻഷ്യൻ ഇന്ത്യൻ ടീച്ചർ, എക്കണോമിസ്റ്റ്, ജൂറിസ്റ്റ്, ഫിലോസഫർ ആൻഡ് റോയൽ അഡ്വൈസർ. ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്ത്യൻ ടീച്ചർ ആയിരുന്നു, എക്കണോമിസ്റ്റ് ആയിരുന്നു, ജൂറിസ്റ്റ് ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു, റോയൽ അഡ്വൈസർ ആയിരുന്നു, കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഉപദേശിയൊക്കെ ആയിരുന്നു. ചാണക്യ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് വിഷ്ണുഗുപ്ത ഓർ കൗടില്യ. അദ്ദേഹത്തിനെ കൗടില്യ എന്നും പറയുന്നുണ്ട്, വിഷ്ണുഗുപ്തൻ എന്നും പേരുണ്ട്. ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മൗര്യ എംപയർ, ചാണക്യ ഈസ് ക്രെഡിറ്റഡ് ഫോർ ഹാവിംഗ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഈ ഒരു മൗര്യ എംപയറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ടൈമിൽ ചാണക്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ അദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൗര്യ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും ചന്ദ്രഗുപ്ത മൗര്യനെ ഒരു വലിയൊരു ഇന്ന് അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു രാജാവാക്കി മാറ്റുന്നതിലും അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. He served as the chief advisor to both emperors Chandragupta and his son Bindusara. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനും അതേപോലെ തന്നെ ബിന്ദുസാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനായിട്ടുള്ള ബിന്ദുസാരനും എന്ത് ചെയ്തിട്ടുണ്ട്? ചീഫ് അഡ്വൈസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ചാണക്യനെ കുറിച്ച് അല്ലെങ്കിൽ കൗടില്യനെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം, എന്തായാലും വളരെ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈസി കൈൻഡ് ഓഫ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. ബ്രോഡ്ലി ദ ടേം ഡെമോക്രസി ഇംപ്ലൈസ്. ഡെമോക്രസി എന്ന് പറയുന്ന ടേം എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ചൂസ് ചെയ്യുക. ഓപ്ഷൻ എ സൊസൈറ്റി ബേസ്ഡ് ഓൺ പ്രിവിലേജ് ആൻഡ് ഹൈറാർക്കി. പ്രിവിലേജും ഹൈറാർക്കി ഉള്ള സൊസൈറ്റീനെയാണോ ഡെമോക്രസി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്തത് എ സിസ്റ്റം ബൈ ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ മെറിറ്റ്. ഒരു വ്യവസ്ഥിതിയാണ്, അവിടെ ജനങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഉണ്ടാവുക? അവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം കിട്ടുന്നു, അതേപോലെ തന്നെ വ്യക്തികളുടെ മെറിറ്റിലാണ് അവർക്ക് അവിടെ അവസരങ്ങൾ കിട്ടുന്നതും ജനങ്ങളൊക്കെ തന്നെ ആ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബേസ് ചെയ്തിരിക്കുന്നു, അടിസ്ഥാനമാക്കിയിട്ടാണുള്ളത്. 3ാമത്തെ എ സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് മെജോറിറ്റി റൂൾ. മെജോറിറ്റി റൂളാണെന്ന് പറയുന്ന തത്വം, ആ തത്വത്തിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം വ്യവസ്ഥിതിയാണ്. 4ാമത്തെ എ മീൻ ഓഫ് ഫില്ലിംഗ് പബ്ലിക് ഓഫീസസ് ത്രൂ എ കോമ്പറ്റീറ്റീവ് സ്ട്രഗിൾ ഫോർ ദ പോപ്പുലർ വോട്ട്. ഒരു മീൻ ഓഫ് ഫില്ലിംഗ് പബ്ലിക് ഓഫീസുകൾ ഫില്ല് ചെയ്യണം, ഒരു കോമ്പറ്റീറ്റീവ് ഒരു പോപ്പുലർ വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രഗിളിലൂടെ എന്ത് ചെയ്യാണ്? പബ്ലിക് ഓഫീസ്, പൊതുവായിട്ടുള്ള ഓഫീസുകൾ ഫില്ല് ചെയ്യുക. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീനാണ് ഒരു പോപ്പുലർ വോട്ടിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീറ്റീവ് സ്ട്രഗിളിലൂടെ പബ്ലിക് ഓഫീസസ് ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു മീനാണ് ഇത് ഡെമോക്രസി എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ദാറ്റ് സെർവ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ ലൈഫ്. ഒരു ഗവൺമെൻറ് സിസ്റ്റമാണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ താല്പര്യങ്ങളെ സെർവ് ചെയ്യുന്നുണ്ട്, അവർക്ക് പൊളിറ്റിക്കൽ ലൈഫിലുള്ള പാർട്ടിസിപ്പേഷനെ അതിന് റിഗാർഡ്ലെസ് ഓഫ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ ലൈഫ്, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലുള്ളൊരു പങ്കെടുക്കൽ അല്ലെങ്കിൽ അതിലുള്ളൊരു പാർട്ടിസിപ്പേഷന് നോക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉള്ള ഗവൺമെൻറ് എന്ത് ചെയ്യും? അവരെത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ ഇതൊന്നും തന്നെ കാര്യമാക്കാതെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് എന്ത്? ഡെമോക്രസി എന്ന് പറഞ്ഞത്. സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ദാറ്റ് സെർവ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ ലൈഫ്.
സോ നമുക്ക് എത്ര ഓപ്ഷൻ വന്നിട്ടുണ്ട്? 5 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ഡെമോക്രസി എന്ന് പറയുന്ന ടേമുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റായിട്ട് ബന്ധമുള്ളതെന്ന് ചൂസ് ചെയ്യുക. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. 1 A B C E ഓൺലി, അതായത് എയും ബിയും സിയും ഇയും. 2 A C D E ഓൺലി. 3 B C D E ഓൺലി. 4 A E C D ഓൺലി. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, ബി സി ഡി ഇ ഓൺലി. അതായത് ബി എന്ന് പറയുമ്പോൾ എ സിസ്റ്റം ബൈ ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ മെറിറ്റ്. അപ്പോൾ നമുക്കറിയാം ഡെമോക്രസി എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും തുല്യരാണ്. അതേപോലെ തന്നെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ കിട്ടുകയിലും ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യലും എല്ലാം തന്നെ അവരുടെ വ്യക്തികളുടെ മെറിറ്റ് കഴിവ് അനുസരിച്ചാണ്. ഒരിക്കലും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പവറോ അതോറിറ്റി ഒന്നും തന്നെ കിട്ടുന്നില്ല. പിന്നെ പറയുന്നത് സി എന്ന് പറയുമ്പോൾ എ സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് മെജോറിറ്റി റൂൾ. മെജോറിറ്റി റൂളാണല്ലേ, മെജോറിറ്റിയുടെ ഭരണമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതായത് ഒരു ഇലക്ഷൻ ആണെങ്കിൽ മെജോറിറ്റി വോട്ട് കിട്ടുന്ന ഒരാൾ എലക്റ്റഡ് ആവുകയും ആ വ്യക്തിക്ക് അതോറിറ്റി കിട്ടുകയും അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ ആ ഒരു സീറ്റ് കിട്ടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഗവൺമെൻറ്റിലേക്ക് എലക്റ്റ് ആവുന്നു. പിന്നെ മീൻ ഓഫ് ഫില്ലിംഗ് പബ്ലിക് ഓഫീസേഴ്സ് ത്രൂ എ കോമ്പറ്റേറ്റീവ് സ്ട്രഗിൾ ഫോർ ദ പോപ്പുലർ വോട്ട്. അതായത് പോപ്പുലർ വോട്ട് കിട്ടുന്നതിലൂടെ എന്ത് ചെയ്യണം, പബ്ലിക് ഓഫീസ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക് ഓഫീസുകളിലേക്ക് ഒരു മിനിസ്റ്റർ ആയിക്കോട്ടെ, ഗവൺമെൻറ്റിൽ ഏതൊരു ഓഫീസായാലും എങ്ങനെയാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്? കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. പോപ്പുലർ വോട്ട്, ഏറ്റവും മെജോറിറ്റിയുടെ വോട്ട് കിട്ടിക്കൊണ്ട് ആ കോമ്പറ്റീഷനിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പബ്ലിക് ഓഫീസസ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഡെമോക്രസി. ഫൈനലി ഏതാണ്, നമ്മുടെ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. അവിടെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഏത് തരത്തിലായാലും തന്നെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും താല്പര്യങ്ങളെ സെർവ് ചെയ്യുക എന്നുള്ള, സേവനം ചെയ്യുക എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് ഇത് ഗവൺമെൻറ് എന്ന്, ഈ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് കറക്റ്റ് ആൻസർ. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ വായിച്ചു. പ്രിവിലേജും ഹൈറാർക്കിയും ഒന്നും തന്നെ ഒരിക്കലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. പ്രിവിലേജിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം എവിടെയില്ല, ഡെമോക്രസിയിൽ ഇല്ല. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. So democracy is a political structure in which people directly exercise power or elect members from among themselves to represent the people, such as a parliament. It is also called the majority rule, and here can't inherit the power. People are choosing their representatives. Representatives participate in an election and the voters elect their members. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഡെമോക്രസി is the people, of the people, by the people and for the people. ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു ഗവൺമെൻറ് ഭരണകൂടത്തിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് നമുക്കറിയാം. സോ ഇവിടെ ജനങ്ങൾ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് തന്നെയാണ് അവിടെ അധികാരമുള്ളത്. ചില സ്ഥലങ്ങളിൽ ഡയറക്റ്റ്ലി ജനങ്ങൾ റൂൾ ചെയ്യുന്നു, ചിലയിടത്ത് ഇൻഡയറക്റ്റ്ലി ജനങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്സ് വഴി, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വഴി റൂൾ ചെയ്യുന്നു എന്ന് മാത്രം. സോ ഇവിടെ അധികാരം കൂടുതലും പവർ കൂടുതലും ജനങ്ങൾക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ അവിടെ മെജോറിറ്റി റൂളാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അവിടെ ഒരിക്കലും പവർ ഇൻഹെറിറ്റ് അല്ല, അവിടെ ഇൻഡിവിജ്വൽ മെറിറ്റും അവരുടെ കഴിവും അനുസരിച്ചുമാണ്. പിന്നെ ഈക്വാലിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ആളുകൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ വോട്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവർ ഈ എല്ലാ ജനങ്ങളുടെയും, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ എല്ലാ ജനങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യുന്നു, റൂൾ ചെയ്യുന്നു. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. വളരെ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാലും ഇതും നമുക്കിപ്പോൾ ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് തന്നെ ആ ഓപ്ഷൻസ് വായിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമാണ്. വളരെ ഈസി ആയിട്ടുള്ള, പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോഴൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള കൈൻഡ് ഓഫ് ലിബറൽ മോഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് തോന്നിയത്. സോ അത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാനുള്ള. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സോ നമ്മളിനി നോക്കുന്ന 9th ക്വസ്റ്റ്യൻ ആണ്. Who wrote the book The Origins of Totalitarians? The Origins of Totalitarians എന്ന് പറഞ്ഞ വർക്ക് എഴുതിയിട്ടുള്ള ഓഥറിൻ്റെ പേരാണ് ചോദിച്ചേക്കണേ. ഓപ്ഷൻ എ ഹന്ന അരെൻറ്റ്, ഓപ്ഷൻ ബി കാൾ മാർക്സ്, ഓപ്ഷൻ സി ജോൺ റോൾസ് ആൻഡ് ഓപ്ഷൻ ഡി തോമസ് ഹോബ്സ്. ഇതും ഒരു സിമ്പിൾ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിൽ തന്നെയാണ് വരുന്നത്. സോ ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയൻസ് എന്ന് പറയുന്ന വർക്കിൻ്റെ ഓഥറിൻ്റെ പേര് ഓപ്ഷൻ എ ആണ്, ഹന്ന അരെൻറ്റ് ആണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം
ഹന്ന അറൻറ്റ് കേട്ടോ. ക്വസ്റ്റ്യൻസ് കാൾ മാർക്സിൻ്റെ വർക്ക്സ് ഒക്കെ നമുക്ക് ഈ ഓതേഴ്സിൻ്റെ ഒക്കെ വർക്ക്സ് നമുക്ക് അറിയുമെങ്കിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ മാക്സിമം നമ്മൾ തിങ്കേഴ്സിനെ പഠിക്കുമ്പോൾ അവരുടെ വർക്ക്സ് കൂടി ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഈ തിങ്കേഴ്സിൻ്റെയും അവരുടെ തോട്ട്സും പഠിക്കുമ്പോൾ ഒപ്പം തന്നെ അവരുടെ വർക്കുകളിൽ കുറച്ച് പേര് ഒരു 3-4 വർക്കെങ്കിലും 4-5 വർക്കുകളെങ്കിലും പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയില്ല എപ്പോഴും അവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ക്വസ്റ്റ്യൻസ് വർക്കിൻ്റെ പേരായിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക. നമുക്കധികം ഫെമിലിയർ ആവില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അങ്ങനെ ഒരുപാട് ഫെമിലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് വർക്ക്സിൻ്റെ പേരൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഓതേഴ്സിൻ്റെ അല്ലെങ്കിൽ തിങ്കേഴ്സ് പഠിക്കുമ്പോൾ തന്നെ അവരുടെ പേപ്പറുകളുടെ അവരുടെ വർക്കുകൾ, അവരുടെ ആർട്ടിക്കിൾസ്, ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഹന്ന അറൻറ്റ്, എ പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് റിനോൺ, ഓഥേർഡ് ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം which was the first published in 1951. 1951 ഹന്ന അറൻറ്റ് അവരുടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. The seminal work delves into the roots and nature of totalitarian regimes, specifically focusing on Nazi Germany and Stalinist Russia, which are also identified as the major totalitarian states of the 20th century. അപ്പോൾ ഈ വർക്ക് ആക്ച്വലി ചെയ്യുന്നത് ടോട്ടാലിറ്റേറിയൻ റെജിമെ, ഏകാധിപത്യപരമായിട്ടുള്ള ഈ റെജിമേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ നേച്ചർ, അവരുടെ നേച്ചറും അവരുടെ റൂട്ട്സ്, അതെങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു റെജിമേസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതിൻ്റെ നേച്ചറും റൂട്ട്സും ഒക്കെ തന്നെ നോക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും അത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു വർക്കാണ് ഇത് ഹന്ന അറൻറ്റിൻ്റെ ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ഇവരുടെ ഈ വർക്ക് ഫോക്കസ് ചെയ്യുന്നത് നാസിസ്റ്റുകൾ ഭരിച്ചിരുന്ന ജർമ്മനിയും സ്റ്റാലിൻ്റെ റഷ്യ, ഈ സ്റ്റാലിനിസ്റ്റ് റഷ്യ, നാസിസ്റ്റ് ജർമ്മനി എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടാലിറ്റേറിയൻ റെജിമേസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ മുസോളിനി ഉണ്ടായിരുന്ന ഫാസിസ്റ്റ് ഇറ്റലി എന്ന് പറയുന്നതും ഒരു ടോട്ടാലിറ്റേറിയൻ റെജിമെ തന്നെയാണ്. പക്ഷേ ഈ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നാസിസ്റ്റ് ഭരിച്ചിരുന്ന നമ്മുടെ ഹിറ്റ്ലർ റൂൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ജർമ്മനിയും അതേപോലെ സ്റ്റാലിനിസ്റ്റ് റഷ്യയുമാണ് ഈ 20th സെഞ്ച്വറിയിലെ പ്രധാനപ്പെട്ട ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ്സ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിരുന്ന 2 സ്റ്റേറ്റുകളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന എങ്ങനെയാണ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒറിജിൻ ചെയ്തത്, എന്താണ് അതിൻ്റെ നേച്ചർ, എന്തുകൊണ്ടാണ് അതിങ്ങനെ ഇത്രയും ഒരു സ്പ്രെഡ് ആവാൻ കാരണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വർക്കാണ് ആരുടെ, ഹന്ന അറൻറ്റിൻ്റെ ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. സോ അടുത്തതാണ് 10th ക്വസ്റ്റ്യൻ. ഡാഗ് ഹാമർസ്കോൾഡ് അപ്പോയിൻറ്റഡ് സെക്രട്ടറി ജനറൽ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഇൻ, അതായത് ഡാഗ് ഹാമർസ്കോൾഡ് എന്ന് പറയുന്ന വ്യക്തി ഏത് വർഷമാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1961, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1951 ആൻഡ് ഓപ്ഷൻ ഡി 1953. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1953 ആണ്. സോ ഡാഗ് ഹാമർസ്കോൾഡ് സെക്രട്ടറി ജനറലായിട്ട് UN-ൻ്റെ സെക്രട്ടറി ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് 1953 സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. Dag Hammarskjöld was a Swedish economist and diplomat who served as the second Secretary General of the United Nations from April 1953 until his death in a plane crash in September 1961. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു സ്വീഡിഷുകാരനാണ്. അദ്ദേഹം അടുത്ത ഇക്കണോമിസ്റ്റും ഡിപ്ലോമാറ്റും ഒക്കെ തന്നെയായിരുന്നു. അദ്ദേഹം 2ാമത്തെ സെക്രട്ടറി ജനറലായിരുന്നു, UN-ൻ്റെ സെക്കൻഡ് സെക്രട്ടറി ജനറലായിരുന്നു ഡാഗ് ഹാമർസ്കോൾഡ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു സ്വീഡിഷ് പൗരനായിരുന്നു. അദ്ദേഹം 1953 ഏപ്രിൽ മുതൽ 1961 സെപ്റ്റംബർ വരെയും അദ്ദേഹം തന്നെയായിരുന്നു യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറൽ. 1961 അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു സെപ്റ്റംബറിൽ പ്ലെയിൻ ക്രാഷിൽ മരിക്കുകയായിരുന്നു. മരിക്കുന്നത് വരെ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആസ് ഓഫ് 2024 he remains the youngest person to have held the post, having been only 47 years old when he was the സെക്രട്ടറി ജനറൽ. സോ അദ്ദേഹം ഇപ്പോൾ 2024 വരെ നോക്കുകയാണെങ്കിലും അദ്ദേഹമായിരുന്നു ആ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലിൻ്റെ പോസ്റ്റിൽ നിന്ന് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് 47 വയസ്സ് മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ.
സോ ഡാഗ് ഹാമർസ്കോൾഡിൻ്റെ സെക്രട്ടറി എത്രാമത്തെ യു എൻ്റെ എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു? 2ാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്ത് 53-ലായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് 61-ലാണ്. അപ്പോൾ സെക്രട്ടറി ജനറൽ എന്നുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നു മരിക്കുന്നത്. ഒരു പ്ലെയിൻ ക്രാഷിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡെത്ത് സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ? സോ 11ാമത്തെ ചോദ്യം, ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് മിസ വാസ് റിമൂവ്ഡ് ഫ്രം ദ 9th ഷെഡ്യൂൾ. അപ്പോൾ 9th ഷെഡ്യൂളിൽ നിന്ന് മിസ, അതായത് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന ആ ഒരു ആക്ട് റിമൂവ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് ഈ 9th ഷെഡ്യൂളിൽ നിന്ന് റിമൂവ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 38th അമെൻമെൻറ്റ് 1974, 42nd അമെൻമെൻറ്റ് 1976, 344th Amendment 1978 and 452nd Amendment 1986. 38th Amendment 1974, 42nd Amendment 1976, 44th Amendment 1978, 52nd Amendment in 1986. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 44th Amendment 1978, 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് മിസ എന്ന് പറയുന്ന ആക്ടിനെ 9ാമത്തെ ഷെഡ്യൂളിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുള്ളത്. So the law was repealed in 1977 following the election of a Janata Party-led government. The 44th Amendment Act of 1978 similarly removed MISA from the 9th ഷെഡ്യൂൾ. അപ്പോൾ 1947 ഈ ലോ റിപ്പീൽ ചെയ്യുകയും ജനതാ പാർട്ടി ലെഡ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ എലക്ട് ആയതോട് കൂടിയിട്ട് 44ാമത്തെ അമെൻമെൻറ്റ് ആക്ടോട് കൂടി 1978 ഈ മിസ എന്ന് പറയുന്ന ആക്ടിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് റൂൾ ചെയ്തിരുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? ജനതാ പാർട്ടി ആയിരുന്നു കേട്ടോ. 9th ഷെഡ്യൂളിൽ 1978 ഇത് റിമൂവ് ചെയ്യുന്നത്. ആ ലോനെ റീപ്പീൽ ചെയ്യുന്നത് 1977 ഫോളോയിങ് ദ ഇലക്ഷൻ ഓഫ് എ ജനതാ പാർട്ടി ലെഡ് ഗവൺമെൻറ്. ജനതാ പാർട്ടി ലെഡ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷനോട് കൂടിയിട്ട് അതിനെ റീപ്പീൽ ചെയ്യുകയും 78 44ാമത്തെ അമെൻമെൻറ്റ് പാസ്സാവുന്നതോട് കൂടി ഈ ആക്ടിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു? 9th ഷെഡ്യൂളിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതാണ് 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 44th Amendment 1978. അപ്പോൾ അമെൻമെൻറ്റുകളുടെ ഇയർ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കണം. 42nd Amendment ഇയർ ഏതാണ്? 1976 ആണ്. 38th Amendment ആക്ട് പറയുമ്പോൾ 1974 ആണ്. 52nd Amendment എന്ന് പറയുമ്പോൾ 1986 ആണ്. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റുകളിലൊക്കെ തന്നെ ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. 12th question, ഇന്ത്യ ഈസ് എമേർജിങ് ആസ് എ ഗ്രേറ്റ് പവർ ഡ്യൂ ടു ഇറ്റ്സ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു അധികാര ശക്തിയായിട്ട് വളർന്നു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ എ, ഗ്രോയിങ് ഇക്കണോമിക് പവർ. ബി, ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. സി, മിലിറ്ററി കപ്പാസിറ്റീസ്. ഡി, ഇൻക്രീസിങ് കോൺഫ്ലിക്ട്സ് വിത്ത് നെയ്ബേഴ്സ്. ഇ, ഡിക്രീസിങ് സോഫ്റ്റ് പവർ. So choose the correct answer from the options given below. So option 1 A, B, C only. Option 2 B, C, E only. Option 3 C, D, E only. And finally option 4 A, D, E only. സോ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ ഒരു കണ്ടംപററി ഇന്ത്യ ഒരു ഗ്രേറ്റ് പവറായി വളർന്നത് എന്തുകൊണ്ടാണ്, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, A, B, C ഓൺലി. അതായത് ഒരു ഗ്രോയിങ് എക്കണോമിക് പവറായി വളരുന്നുണ്ട് ഇന്ത്യ. അതേപോലെ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇന്ത്യനെ ഒരു ഗ്രേറ്റ് പവറാക്കി വളർത്തുന്നുണ്ട്. അതേപോലെ തന്നെ മിലിറ്ററി കപ്പാസിറ്റീസും ഇതിനൊരു കാരണമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എമേർജ് ചെയ്തുകൊണ്ട് ഒരു ഗ്രേറ്റ് പവറായിട്ട് മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷൻസിൽ 3 എണ്ണമാണ്. ഒന്ന് എക്കണോമിക് ഗ്രോത്ത്, 2 മിലിറ്ററി കപ്പാസിറ്റീസ് ആൻഡ് 3rd വൺ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. അപ്പോൾ ഇന്ത്യ ഈസ് എമേർജിങ് ആസ് എ ഗ്രേറ്റ് പവർ ഡ്യൂ ടു ദി എക്കണോമിക് ഗ്രോത്ത്, ഹൈ പോപ്പുലേഷൻ, മിലിറ്ററി കപ്പാസിറ്റീസ് ആൻഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വിത്ത് അതർ ഫോറിൻ നേഷൻസ് ആസ് വെൽ ആസ് ദ അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു ശക്തിയായിട്ട് എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സാമ്പത്തിക വളർച്ച ഒരു വലിയൊരു ഘടകമാണ്. അതേപോലെ പോപ്പുലേഷൻ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ പോപ്പുലേഷൻ കൂടുന്നത് 2 രീതിയിൽ ബാധിക്കും. പോസിറ്റീവ്ലി നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് നമുക്കത് എഫക്റ്റ് ചെയ്യുന്ന പോസിറ്റീവായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിട്ട് മാറുന്നുണ്ട്.
അതേപോലെ തന്നെ മിലിറ്ററി കപ്പാസിറ്റീസ് കൂടുന്നത്, അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളായിട്ടും അതേപോലെ തന്നെ മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും തമ്മിലുള്ള നല്ലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ സെക്ടറിലുള്ള വളർച്ച, ഹ്യൂമൻ റിസോഴ്സുകളുടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കൂടുന്നത്, ഇതൊക്കെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നതിനൊരു എമേർജിങ് വളർന്നു വരുന്ന ഒരു ഗ്രേറ്റ് പവർ ആക്കി മാറ്റുന്നതിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മെയിൻ ഫാക്ടേഴ്സ് ആയി വരുന്നതാണ് ഇതെല്ലാം തന്നെ. അതേപോലെ വർക്ക് ഫോഴ്സ് ആയാലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഒരു ഗ്രേറ്റ് പവർ ആക്കി എമേർജ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തും മിലിറ്ററി കപ്പാസിറ്റിയും ഡിപ്ലോമാറ്റിക് റിലേഷൻസും ആണ്. ഇത് മാത്രമല്ല വേറെയും ഈ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഇനി നമ്മൾ നോക്കുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൂ സ്റ്റേറ്റഡ് ദ വേൾഡ് ക്യാൻ ബി മൗൾഡഡ് ഓൺലി വിത്ത് ദ ഗൺ? Whoever wants to seize the political power of the state and to maintain it must have strong army. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഈ വേൾഡിനെ മൗൾഡ് ചെയ്യണമെങ്കിൽ അത് ഗണ്ണ് കൊണ്ട് മാത്രം സാധിക്കുള്ളൂ എന്നും, ആർക്കൊക്കെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ രാഷ്ട്രീയ അധികാരം കൈയടക്കണം എന്നും അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം, ഒരു ശക്തമായിട്ടുള്ളൊരു പട്ടാളം അല്ലെങ്കിൽ ആർമി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഒരു സ്റ്റേറ്റിൻ്റെ അധികാരത്തെ സേവ് ചെയ്യാനും അത് നിലനിർത്തി പോകാനും സാധിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ പ്ലേറ്റോ, ഓപ്ഷൻ ബി മാവോ സിതൂങ്, ഓപ്ഷൻ സി ജോൺ റോൾസ് ആൻഡ് ഓപ്ഷൻ ഡി ജോൺ ലോക്ക്. പ്ലേറ്റോ, മാവോ സിതൂങ്, ജോൺ റോൾസ്, ജോൺ ലോക്ക്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ആരായിരിക്കും ഇങ്ങനെ ആർമിയെക്കുറിച്ചും ഗണ്ണിനെ കുറിച്ചും ഒക്കെ ഇത്രയും ഈ ഒരു അധികാരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, എങ്ങനെയാണ് അധികാരം നിലനിർത്താൻ സാധിക്കുള്ളൂ എന്നൊരു ഐഡിയ കൊണ്ടുവരണമെങ്കിൽ ഇതിൽ ആരായിരിക്കണം? അത് വളരെ നമുക്ക് എന്താ പറയുക പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, വളരെയധികം പെട്ടെന്ന് കിട്ടുന്ന ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്കറിയാം മാവോ സേതൂങ്ങാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. മാവോ സേതൂങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്ത്, ദ വേൾഡ് ക്യാൻ ബി മൗൾഡഡ് ഓൺലി വിത്ത് ദ ഗൺ, whoever wants to seize the political power of the state and to maintain it must have strong army. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആര്? മാവോ സേതൂങ്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടാലോ. So, Mao Zedong, known as Chairman Mao, was the founder of the People's Republic of China and was the chairman of the Chinese Communist Party until 1976. അപ്പോൾ മാവോ സെതൂങ് ചെയർമാൻ മാവോ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹമാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1976 വരെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് ആരുണ്ടായിരുന്നത്? മാവോ സേതൂങ് ആണ് ഉണ്ടായിരുന്നത്. മാവോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിസം നോൺ ആസ് മാവോയിസം എൻകംപസസ് ഹിസ് തിയറീസ്, മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ്. നമ്മളിപ്പോൾ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ മാവോയുടെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്നവരാണ്. കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രീമിൻ്റെയും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് തോട്ടാണ് അവർക്കുള്ളത്. അവരെയാണ് നമ്മൾ മാവോയിസം എന്ന് പറയുന്ന ഒരു എന്താ പറയുക കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക റാഡിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പ്, ഭയങ്കര വയലൻസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, അവരുടെ ചില കാര്യങ്ങളൊക്കെ ചില സാഹചര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്, കൂടുതലും വയലൻസിനെ ആണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. സോ മാവോയുടെ ഐഡിയാസും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പവർ പിടിച്ചെടുക്കുക, അധികാരം പിടിച്ചെടുക്കുക, കൊയേഴ്സീവ് ആയിട്ടുള്ള പവർ യൂസ് ചെയ്യുക എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഐഡിയോളജീസാണ് മാവോ ഫോളോ ചെയ്തിരുന്നത്. മാവോയുടെ ഫോളോവേഴ്സും അത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറീസ്, മിലിറ്ററി ഓപ്പറേഷൻസ്, പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ഒക്കെ തന്നെ മാവോയിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. So Mao Zedong says that political power grows out of the barrel of a gun. So മാവോ പറയുന്നൊരു കാര്യമാണ് രാഷ്ട്രീയ അധികാരം പുറത്തു വരുന്നത് എങ്ങനെയാണ്, ഒരു ഗണ്ണിൻ്റെ ബാരലിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എമർജൻസി മീറ്റിംഗ് ഓൺ ഓഗസ്റ്റ് 7, 1927, 1927 ഓഗസ്റ്റ് 7 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എമർജൻസി മീറ്റിംഗിൽ വെച്ചാണ് അദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പൊളിറ്റിക്കൽ പവർ പുറത്തേക്ക് വരുന്നത് എവിടെ നിന്നാണ്, ഒരു ഗൺ ബാരലിൽ നിന്നാണ്.
So Mao used the phrase a second time on November 6, 1938 during his closing statement to the CCP's 6th Central Committee 6th Plenary Session. മാവോ ഈ ഒരു ഫ്രേസ് വീണ്ടും യൂസ് ചെയ്തിട്ടുള്ള എപ്പോഴാണ്? November 6, 1938 അദ്ദേഹം വീണ്ടും ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 6ാമത്തെ സെൻട്രൽ കമ്മിറ്റിയുടെ 6ാമത്തെ പ്ലെനറി സെഷൻ ക്ലോസിങ്ങിലും അദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഗണ്ണിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ്, ഗണ്ണുണ്ടെങ്കിലാണ് നമുക്ക് അധികാരം കിട്ടുള്ളൂ, അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മിലിറ്ററി വേണം എന്നൊക്കെ ഉള്ള ഒരു ഫ്രേസ്, ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. സോ മാവോ സേ ദൂങ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. It means that the principle of the party commands that the gun, but the gun must never be allowed to command the party. ഇതിൽ അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാർട്ടിയുടെ പ്രിൻസിപ്പിൾ ആയിരിക്കണം ഒരു ഗണ്ണിനെ കമാൻഡ് ചെയ്യണത്. ഒരിക്കലും ഗൺ എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ടീനെ കമാൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഗൺ എന്ന് പറയുന്നത് ഇതൊരു ഫ്രേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആശയങ്ങളായിരിക്കാം ആ രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ആശയങ്ങളായിരിക്കണം എന്ത് ചെയ്യുക, ആരോട് കമാൻഡ് ചെയ്യുന്നത്, ഗണ്ണിനോട്. ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ടീനെ കമാൻഡ് ചെയ്യാൻ പാടില്ല. ഇൻ 1960 a portion of the 1938 lecture was selected and published as Problems of War and Strategy in Mao's selected work. 1960 അതേ ഒരു 1938 ലെക്ചറിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് ഓഫ് വാർ ആൻഡ് സ്ട്രാറ്റജി എന്ന പേരിൽ മാവോയുടെ സെലക്റ്റഡ് വർക്ക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് ഓഫ് വാർ ആൻഡ് സ്ട്രാറ്റജി എന്ന പേരിൽ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. 14th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൂ ഡിസ്ക്രൈബ്ഡ് ഡെമോക്രസി ആസ് ദ ടിറണി ഓഫ് ദ മെജോറിറ്റി? ആരാണ് ഡെമോക്രസി, ജനാധിപത്യത്തിന് ദ ടിറണി ഓഫ് ദ മെജോറിറ്റി എന്ന് പറയുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൺഫ്യൂഷ്യസ്, ഓപ്ഷൻ ബി ജോൺ സ്റ്റുവാർട്ട് മിൽ, ഓപ്ഷൻ സി അലക്സിയ ഡെ ടൊക്യുലെ, ഓപ്ഷൻ ഡി ഫ്രാൻസ് ഫനോൺ. അപ്പം ഇതിൽ ആരാണ് ജനാധിപത്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ടിറണി അല്ലെങ്കിൽ ദ ടിറണി ഓഫ് ദ മെജോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അലക്സിസ് ഡെ ടോക്യുവില്ലെ ആണ് ഡെമോക്രസിയെ ടിറണി ഓഫ് ദ മെജോറിറ്റി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തി. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അലക്സിസ് ഡെ ടോക്യുവില്ലെ ഡിസ്ക്രൈബ് ഡെമോക്രസി ആസ് ദ ടിറണി ഓഫ് ദ മെജോറിറ്റി. He is best known for his insightful commentary on American democracy. So അലക്സിസ് ഡെ ടോക്യുവില്ലെ ആണ് ഡെമോക്രസിയെ കുറിച്ച് ഇങ്ങനൊരു ടിറണി ഓഫ് ദ മെജോറിറ്റി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ഡെമോക്രസിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കമൻട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോ ഇതിൻ്റെ ഈ ഒരു 14th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അലക്സിസ് ഡെ ടോക്യുവില്ലെ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലൈഡിലത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഇയർ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഡൈഡ് ഇൻ കാശ്മീർ? കാശ്മീരിൽ വെച്ചിട്ട് ഏത് വർഷമാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. 15th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1953, ഓപ്ഷൻ സി 1951 ആൻഡ് ഓപ്ഷൻ ഡി 1948. 1947, 53, 51, 48 ഈ 4 വർഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1953. സോ ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുന്നത് ഹി വാസ് ആൻ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ, ബാരിസ്റ്റർ ആൻഡ് അക്കാഡമിഷ്യൻ ഹു സെർവ്ഡ് ആസ് ഇന്ത്യാസ് ഫസ്റ്റ് മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ ഇൻ പ്രൈം മിനിസ്റ്റർ നെഹ്റൂസ് ക്യാബിനറ്റ്. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ഒരു അക്കാഡമിഷ്യനായിരുന്നു, ഒരു ബാരിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ. പിന്നീട് നെഹ്റുവായിട്ട് ചെറിയൊരു പ്രശ്നം വരികയും പിന്നീട് ആ ഒരു നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു ഫൗണ്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് RSS in 1951. He was arrested by the Jammu and Kashmir police in 1953 when he tried to cross the border of the state. 1953 അദ്ദേഹം അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പ്രസന്നലാവുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യുകയും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇത് മരിക്കുകയാണ് ചെയ്തത്. സോ അതിൻ്റെ പേരിലും കുറേ ഇഷ്യൂസ്, ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തിൻ്റെ പേരിലും ആ ഒരു അറസ്റ്റ് അങ്ങനെയുള്ളതിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
അദ്ദേഹമാണ് ആക്ച്വലി ഈ ഒരു BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഫോമർ പാർട്ടിയാണ് ഈ ഭാരതീയ ജനസംഘ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഫൗണ്ടറാണ് അദ്ദേഹം. സോ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡറാണ് ശ്യാം പ്രസാദ് മുഖർജി എന്ന് പറയുന്ന വ്യക്തി. സോ അദ്ദേഹം മരിച്ചത് 1953 മരിച്ച സ്ഥലം കാശ്മീരിൽ വെച്ചിട്ടാണ്. അവിടെ കാശ്മീരിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരികയും അദ്ദേഹം അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റൽ ടീമിൽ മരിക്കുകയാണ് ചെയ്തത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നമുക്കൊരു ആദ്യത്തെ ഒരു 15 ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞു പോയത് ഇത്രയും നേരം. സോ എല്ലാവർക്കും പറഞ്ഞ ചോദ്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഫർ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും ക്യാൻസൽഡ് ആയിപ്പോയ ക്വസ്റ്റ്യൻ ഒരു എക്സാം ആയതുകൊണ്ട് നമുക്ക് വറീഡ് ആവാനൊന്നുമില്ല. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു അത്. എന്താ പറയുക, കുറച്ച് മൊത്തത്തിൽ ആ ഒരു അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാണ്, അല്ലാണ്ട് നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നുള്ള എഴുതിയവരുടെയോ ആരെയും പ്രശ്നമല്ല. എല്ലാവർക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന നെറ്റ് എക്സാം, ഇനിയിപ്പോൾ അതിൻ്റെ എന്തായാലും റീടെസ്റ്റുകൾ നടത്തുന്നുണ്ടല്ലോ. സോ ആ ഒരു നെറ്റ് എക്സാമിൽ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.